ഹലോ, അസ്സലാമു അലൈക്കും. വല്യമ്മാസ് കിച്ചൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടുക്ക ഫ്രൈ ആണ്. അതിനിതാ ഞാൻ കുറച്ച് കടുക്ക എടുത്ത് നന്നാക്കി ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അത് നന്നാക്കി ഒന്ന് കഴുകി നന്നാക്കി ക്ലീനാക്കി എടുക്കണം. കുറച്ച് തോനഞ്ചാറ് വെള്ളത്തിൽ നന്നാക്കി കഴുകി എടുക്കണം. നന്നാക്കി കഴുകി എടുക്കുന്നുണ്ട്. അതിൻ്റെ ചിപ്പികളൊക്കെ പറിച്ചെടുത്തിട്ട് വേണം കഴുകി എടുക്കാൻ. അതിനൊരു പുല്ല് പോലത്തെ ഒരു ചിപ്പി ഉണ്ടാവും, അതൊക്കെ പറിച്ച് ഒഴിവാക്കണം. എന്നിട്ട് ഒക്കെ നന്നാക്കി കഴുകി എടുക്കണം. നല്ലോണം വെള്ളം തെളിയുന്നവരെ കഴുകണം. കടുക്കാന്ന് വെച്ചാൽ ഇറന്ന് കഴിഞ്ഞാൽ അധികം കൂടുതൽ വെള്ളത്തിലൊന്നും കഴുകാൻ പറ്റൂല. അന്നേരം അതിൻ്റെ രസവും അതിൻ്റെ എല്ലാ ഇതും പോയിപ്പോൾ അതിന് ആദ്യം നന്നാക്കി വൃത്തിയാക്കി അതിൻ്റെ ഇതെല്ലാം പറിച്ച് കഴുകി എടുത്തതിന് ശേഷമാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുക. എല്ലാവരും വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി ഞാനിതൊക്കെ കഴുകി നന്നാക്കി വൃത്തിയാക്കി എടുത്തത് ഗ്യാസുമ്മൽ കുക്കറിലിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നാക്കി മറച്ചിട്ട് വേവിച്ച് കൊടുക്കുക. നല്ലോണം വായ് പൊളന്ന് വരുന്നവരെ വേവിക്കണം. എന്നെങ്കിലേ നമുക്കിത് ഇറച്ചി അതിൽ നിന്ന് വിട്ട് കിട്ടുകയുള്ളൂ. ഇങ്ങനെ തിളച്ച് വേവിക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഞാനത് അടുപ്പത്ത് വെക്കുമ്പോൾ അത് വീഡിയോ പതിയാത്തത് കൊണ്ടിട്ടാണ് അപ്പാട് തന്നെ ആ വെള്ളത്തിൽ നൂറ്റി ആ കുക്കറിലേക്ക് ഇട്ടാൽ മതി. കുക്കർ അടച്ച് വെക്കരുത്, അപ്പാട് തന്നെ വേവിക്കുക. ഞാൻ ഒരു പാത്രത്തിലാണ് വേവിക്കൽ. ഇത് ഞാൻ കുക്കറിലിട്ട് വേവിച്ചതാണ്. ഒരു നല്ലൊരു പാത്രത്തിൽ തന്നെ വേവിച്ചാൽ മതി. ഇതാ ഇങ്ങനെ ഞാനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഓരോന്നോരോന്നാക്കി എടുത്തിട്ട് അതിൻ്റെ ബേക്കിലുള്ള ആ ഒരു ഇതുണ്ട്, കാട്ടം എന്ന് പറയൂ അതിന്. അത് ചിലരൊന്നും അത് പോക്കൂല എന്നാണ് പറയുന്നത്, കേൾക്കുന്നത്. ഞങ്ങളിത് പോക്കും. ഇത് പോക്കിയില്ലേ ഒരു സമാധാനം ഉണ്ടാവില്ല. അത് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കാട്ടം പോക്കുക എന്ന് പറയും. അതിങ്ങനെ അതാ ഇത്തിൾ കൊണ്ടിങ്ങനെ എടുത്ത് അതിൻ്റെ ചിപ്പി ഇങ്ങനെ അമർത്തി കടുക്കൻ്റെ ഉള്ളിൽ വെച്ച് അമർത്തി വലിച്ചെടുത്താൽ അങ്ങനെ അധികം ഇറച്ചിയോട് കൂടി പോകില്ല. അല്ലാണ്ട് നമ്മൾ ആ ചിപ്പി പറിച്ചെടുക്കുമ്പോൾ ആ ഇറച്ചി അങ്ങ് പോകും. ചിപ്പി എന്ന് വെച്ചാൽ പച്ചയെ പറിക്കാൻ നല്ലോണം കഴിയാത്തത് ഇങ്ങനെ വെന്തിട്ട് പറിച്ചാൽ മതി. ഇങ്ങനെ പൂട്ടി വെച്ച് പറിച്ചാൽ വേഗം കിട്ടും. ഇനി അതിൻ്റെ ബേക്കിലത്തെ കാട്ടും അതുപോലെ തന്നെ ഇത്തിൾ കൊണ്ട് അങ്ങനെ അങ്ങ് എടുത്താൽ മതി. കൈ കൊണ്ടൊക്കെ പറിക്കുമ്പോൾ കൂടുതൽ ഇറച്ചി പോകും. ഇതിപ്പോൾ നല്ല വിലയുള്ളൊരു സാധനമാണ്, നല്ല വിലയാണ് ഇതിന്. തൂക്കത്തിന് നല്ല 300-200 ഉറുപ്പ്യൊക്കെ കൊടുക്കണം ഒരു കിലോന്. അതിനെക്കൊണ്ട് ഇത് നല്ല വിലയാണ്. അതുകൊണ്ട് ഞാനിത് 3 സവാള നന്നാക്കി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് ഒരു 3 തക്കാളി, വീട്ടിലുണ്ടാക്കിയ വലിയ നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് 2 പച്ചമുളകേ ഞാൻ എടുത്തേക്കുള്ളൂ. ശേഷം വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഞാനിവിടെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിതാ ഇറന്നെടുത്ത കടുക്കയുണ്ട്. ഞങ്ങളെ കൊയിലാണ്ടി കാപ്പാട് കടുക്കാന്ന് കേട്ടോ. അതാണെന്ന് മഞ്ഞ കളർ നല്ല അടിപൊളി കടുക്കാന്ന്, കാപ്പാട് കടുക്ക. ഇനി ഇതാ ഞാൻ ഗ്യാസ് ഓണാക്കി ഗ്യാസുമ്മലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പാത്രം ഒന്ന് നല്ലോണം ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നല്ലോണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അരിഞ്ഞ് വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള കൂടുതൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ 3 സവാളാണ് എടുത്തത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ കടുക്കയ്ക്ക് ഉപ്പുള്ളത് കൊണ്ട് കൂടുതൽ ഉപ്പിടരുത്. ഇതിന് ഉപ്പ് കൂടുതലാണ് കടുക്കയ്ക്ക്, അതിനെക്കൊണ്ട് കൂടുതൽ ഉപ്പിടരുത്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നാൽ നല്ലോണം സവാള വഴന്ന് കിട്ടും, അതിനും വേണ്ടിക്കൊണ്ടാണ്. ഇനി ഇത് നന്നാക്കി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെക്കണം. 1/4 ടീസ്പൂൺ ഉപ്പേ ഞാൻ ഇട്ടേക്കുള്ളൂ. കൂടുതൽ ഉപ്പായാലും ഉപ്പ് കഴിക്കും. എന്താ വെച്ചാൽ കടുക്ക ഇരുന്ന് ഇങ്ങനെ ആക്കേണ്ട സാധനത്തിനൊക്കെ ഉപ്പ് കൂടുതലായിരിക്കും. ഇനി ഇത് നന്നാക്കി ഇളക്കി എടുത്തിട്ട് മൂടി വെച്ച് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുക ഉള്ളി. ഉപ്പിട്ടാൽ വേഗം വയന്ന് കിട്ടാൻ വേണ്ടിക്കൊണ്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. ഇനി വയന്ന് വരുന്നവരെ ഒന്ന് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. മാറിപ്പോയി മൂടി. ഇതിൻ്റെ പാകമായ മൂടി എടുത്ത് മൂടി വെക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ വേറൊന്നും
ഒന്നും ചോറിന് വേണ്ടി ആവശ്യമില്ല. അത്രയും നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ. നിങ്ങളെല്ലാവരും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കെ. ഇനി ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ട് കൊടുത്ത്, പച്ചമുളക് ഇട്ട് കൊടുത്ത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നാക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഇത് ഒന്നും കൂടി മൂടി വെക്കണം. മൂടി വെച്ചൊന്നും കൂടി നല്ലോണം ആവിയിൽ വേവിച്ചെടുക്കണം. ഇനി നമ്മളിത് നന്നാക്കി വയന്ന് വരുന്നുണ്ട്. ഒന്നും കൂടി നന്നാക്കി ഇതൊന്ന് തുറന്ന് വെച്ച് ഇളക്കുക. സ്റ്റീലിൻ്റെ ചട്ടി ആയതുകൊണ്ട് വേഗം കാളിപ്പോവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് ഞാൻ. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര പെട്ടെന്ന് കാളിപ്പോവില്ല. അതുകൊണ്ടിട്ട് നിങ്ങൾ ആക്കത്തിലൊക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതൊന്നും കൂടി നന്നാക്കി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ച കടുക്ക, ഇറന്ന് വെച്ച കടുക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി കടുക്ക ഫുള്ളും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നാക്കി ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നാക്കി ഇളക്കിയെടുത്ത് മൂടി വെക്കുക. നന്നാക്കി ഇളക്കിയെടുത്ത് മൂടി വെക്കുക. ഒന്നും കൂടി എന്നിട്ട് ആവിയിൽ വേവിച്ച് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് കാളിപ്പോവും. അതുകൊണ്ടിട്ടാണ്. മറ്റ് ഇളക്കി മൂടി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രം കഴിച്ചാൽ മതി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് ഇളക്കി കൊടുക്കുന്നത് പാത്രം ഇതായതുകൊണ്ടാണ്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. മല്ലിപ്പൊടി ആരും ഇടരുത്. ചിലരൊക്കെ മല്ലിപ്പൊടി ഇടും. ഇങ്ങനെ ഫ്രൈ ആക്കുന്നതിൽ മല്ലിപ്പൊടി ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകും. ഇനി ഒന്നും കൂടി മൂടി വെച്ച് വേവിച്ചെടുത്തിട്ട് ഇനി ഒന്ന് നന്നാക്കി ഇളക്കിയെടുക്കുക. ഇളക്കിയതിന് ശേഷം അത് നന്നാക്കി വയന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്കൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കറിവേപ്പില ഇല ഇട്ട് കൊടുക്കണം. ഇത് രണ്ടും കൂടി ചേർത്ത് ഇനി ഒന്നും കൂടി ഇളക്കി മൂടി വെക്കുക. ഇനി നമ്മളെ കടുക്ക ഫ്രൈ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക.